നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ തിരിച്ചറിവിനെക്കുറിച്ചാണ്. തൻ്റെ മുന്നിലിരിക്കുന്നവർക്ക് കൊച്ചു കൊച്ചു കഥകളിലൂടെ ഉപദേശം നൽകുകയായിരുന്ന സന്യാസിയോട് അവിടെയുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, "ഗുരുനാഥ, അങ്ങ് എങ്ങനെയാണ് യാതൊരു അല്ലലുമില്ലാതെ ഈ വിധം പരമാനന്ദമായി സഞ്ചരിക്കുന്നത്?" ഒരു നിമിഷം അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഈ വിധം പറഞ്ഞു തുടങ്ങി, "ഞാൻ പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുക്കളിൽ നിന്നും പാഠം പഠിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു." "അതെന്തൊക്കെയാണ്?" ആഗതൻ വീണ്ടും ചോദിച്ചു. സന്യാസി മറുപടി പറഞ്ഞു, "ഭൂമിയിൽ നിന്നാണ് ഞാൻ ക്ഷമ പഠിച്ചത്. ആളുകൾ എത്ര തന്നെ ചവിട്ടിയാലും വെട്ടിയാലും കുഴിച്ചാലും ഒരു പ്രതിഷേധവും ഇല്ലാത്തതാണ് ഭൂമി. അതുപോലെ അന്യരുടെ ശകാരവും നിന്ദയും ഒന്നും കണക്കാക്കാതെ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണ്ട് ജീവിക്കുന്നു. വൃക്ഷത്തിൽ നിന്നാണ് ഞാൻ പരോപകാരത്തിൻ്റെ പാഠം പഠിച്ചത്. അവ സ്വാർത്ഥചിന്ത ഏതുമില്ലാതെ പുഷ്പങ്ങളും ഫലങ്ങളും മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ടേയിരിക്കുന്നു. മുക്കുവനിൽ നിന്നാണ് ഞാൻ ധ്യാനം പഠിച്ചത്. അവൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തു നടക്കുന്ന മറ്റൊന്നിലും ശ്രദ്ധ എത്തുന്നില്ല. ചൂണ്ടയിൽ മത്സ്യം കൊത്തുന്നതും ശ്രദ്ധിച്ചാണ് അവൻ്റെ ഇരിപ്പ്. അതുപോലെ ഏകാഗ്രത ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാംസകഷ്ണം കൊത്തിപ്പറക്കുന്ന പരുന്തിൽ നിന്നാണ് ഞാൻ ആഗ്രഹമാണ് എല്ലാ ആപത്തുക്കൾക്കും കാരണമെന്ന് പഠിച്ചത്. പരുന്ത് മാംസകഷ്ണം കൊണ്ട് പറക്കുമ്പോൾ ധാരാളം കാക്കകൾ അതിൻ്റെ പിറകെ ചെന്ന് ശല്യം ചെയ്യുന്നു. മാംസകഷ്ണം ഉപേക്ഷിച്ചാലോ, കാക്കകളെല്ലാം പരുന്തിനെ ഉപേക്ഷിച്ച് മാംസകഷ്ണത്തിൻ്റെ പുറകെ പോകുന്നു. ഒന്നും സ്വന്തമായി ശേഖരിച്ചു വച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഞാൻ പഠിച്ചത് തേനീച്ചകളിൽ നിന്നാണ്. തേനീച്ചകൾ വളരെ പണിപ്പെട്ട് തേൻ ശേഖരിച്ചു വയ്ക്കുന്നു. എന്നാൽ അതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുകയും ചെയ്യുന്നു. യാദൃച്ഛികമായി ലഭിക്കുന്ന ലാഭങ്ങളിൽ സന്തുഷ്ടനാകണമെന്ന് ഞാൻ പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണ്. പെരുമ്പാമ്പാകട്ടെ വല്ലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണവും കഴിച്ച് ദിവസവും ശാന്തമായി കിടക്കുന്നു. കടലിൽ നിന്നാണ് ഞാൻ എപ്പോഴും അക്ഷോഭ്യനായിരിക്കണമെന്ന് പഠിച്ചത്. എത്ര പുഴകൾ തന്നെ വന്നു ചേർന്നാലും കര കവിയുകയോ വറ്റുകയോ ചെയ്യാത്തതാണ് കടലിൻ്റെ പ്രകൃതി. അവയെല്ലാം ഒരർത്ഥത്തിൽ എൻ്റെ ഗുരുക്കന്മാർ തന്നെ. ഈ വിധത്തിൽ എപ്പോഴാണോ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്കും സന്തോഷമുണ്ടാകും. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.